വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. നടി ലിൻഡോ റോണിക്ക് ബ്രസ്റ്റ് ക്യാൻസർ എന്നുള്ള വിവരം നടി തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത്. തന്റെ യൂട്യൂബ് ചാനലിലൂടെ ലിൻഡോ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. സന്തോഷകരമായ വാർത്തയൊന്നുമല്ല, അതുകൊണ്ട് തന്നെയാണ് ആദ്യം തന്നെ നമ്മൾ കാര്യം എന്താണെന്ന് പറയുന്നത്. ലിൻഡോനെ സംബന്ധിച്ചിടത്തോളം മലയാളി പ്രേക്ഷകരുടെ വളരെ പ്രിയപ്പെട്ട ഒരു താരം തന്നെയാണ് ലിൻഡോ റോണി. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ലിൻഡോവിന് ഇങ്ങനൊരു ബ്രസ്റ്റ് ക്യാൻസർ പോലൊരു അസുഖം വരുമ്പോഴേക്കും എങ്ങനെയാണ് ആരാധകർ അത് ഏറ്റെടുക്കുക എന്നുള്ളൊരു വിഷമകരമായ ഘട്ടവും കൂടിയുണ്ട്. അതിനേക്കാളും ഉപരി ലിൻഡോ ആലോചിക്കുന്നത് അച്ഛനും അമ്മയും ഈ കാര്യം എങ്ങനെ സഹിക്കും എന്നതിനെ കുറിച്ചാണ്. ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് പറഞ്ഞ നിമിഷത്തെക്കുറിച്ച് ലിൻഡോ റോണി ഓർത്തെടുക്കുകയും കൂടി ചെയ്യുകയാണ്. ഭർത്താവിനും മകനുമൊപ്പം വിദേശത്താണ് ലിൻഡോ. അവിടെയുള്ള തന്റെ വിശേഷങ്ങളെല്ലാം ലിൻഡോ റോണി യൂട്യൂബിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. ലിൻഡോവിന് അത്രയധികം ആരാധകരുമുണ്ട്. ലിൻഡോവിന്റെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒട്ടനവധി പ്രേക്ഷകരും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം പിറന്ന മകൻ ലവിക്കുട്ടന്റെ വിശേഷങ്ങൾ തന്നെയാണ് കൂടുതലുമുള്ളത്. മിനി സ്ക്രീൻ പരമ്പരകളിലൂടെ പ്രേക്ഷകർക്ക് പരിചിതമായ പ്രിയപ്പെട്ട താരം തന്നെയാണ് ലിൻഡോ റോണി. പക്ഷേ ഇപ്പോൾ താരം അഭിനയത്തിൽ നിന്നെല്ലാം മാറി തന്റെ സ്വകാര്യ ജീവിതം സന്തോഷത്തോടെ ആസ്വദിക്കുകയാണ്. ഭർത്താവിനും മകനുമൊപ്പം ലിൻഡോ വിദേശത്താണ്. ലവിക്കുട്ടൻ പിറന്ന് കഴിഞ്ഞ് 3 മാസത്തെ മുതൽ ലിൻഡോവിന് ആർത്തവം ആവർത്തിച്ചിരുന്നു അത്രേ. എന്നാൽ പെട്ടെന്ന് അത് നിന്നു. പിന്നാലെ ബ്രസ്റ്റിൽ ചെറിയൊരു പിമ്പിൾ പോലെ ഒരു മുഴയും കണ്ടു. ഡിസംബറിൽ പ്രസവരക്ഷയ്ക്കും മറ്റും നാട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. ആർത്തവം നിന്നതും ബ്രസ്റ്റിലെ മുഴയും ഒക്കെ ആയപ്പോൾ വീണ്ടും ഗർഭിണിയാണോ എന്ന് സംശയിച്ച ടെസ്റ്റ് ചെയ്തു. പക്ഷേ ഗർഭിണിയല്ല എന്ന് കണ്ടു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ലിൻഡോ റോണി പങ്കുവച്ചിരിക്കുന്ന വീഡിയോ ഒരു ബോധവൽക്കരണം കൂടിയാണ്. ചെറിയൊരു മുഴയിൽ നിന്ന് ക്യാൻസർ എന്ന തമ്മിലോട് കൂടിയാണ് വീഡിയോ. ഇൻട്രോയിൽ തനിക്ക് ക്യാൻസർ ആണെന്നും ലിൻഡോ റോണി പറയുന്നുണ്ട്. പക്ഷേ വീഡിയോ മുഴുവനായി കണ്ടാൽ മാത്രമേ വിഷയം എന്താണെന്ന് അറിയൂ. അത് വളരെ വ്യക്തമായി ലിൻഡോ വിശദീകരിക്കുന്നുണ്ട്. NHS-ൽ അപ്പോയിന്റ്മെന്റ് കിട്ടാൻ വൈകുമെന്നതിനാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റാമെന്ന് തീരുമാനിച്ചു. അവിടെയും എല്ലാം ആദ്യം മുതലേ ടെസ്റ്റ് ചെയ്തു തുടങ്ങും. അവസാനം സ്കാനിംഗ് ദിവസം വന്നു. ഇത്രയും വൈകി എനിക്ക് ലവിക്കുട്ടനെ തന്നിട്ട് ദൈവം എന്തിനാണ് ഇങ്ങനെ ക്രൂരത ചെയ്യുന്നത് എന്ന് തോന്നിയെങ്കിലും ഒന്നും സംഭവിക്കില്ല എന്ന വിശ്വാസവും എനിക്കുണ്ടായിരുന്നു. എൻ്റെ സഹോദരന്റെ മരണത്തോടെ തന്നെ അച്ഛനും അമ്മയും ഒരുപാട് തകർന്നു പോയതാണ്. എനിക്ക് കൂടെ എന്തെങ്കിലും സംഭവിച്ചാൽ അവരെങ്ങനെ സഹിക്കുമെന്നൊക്കെയായിരുന്നു സ്കാനിങ്ങിന് കയറുന്നത് വരെ എൻ്റെ ചിന്ത. ഫെബ്രുവരിയോടെ തിരിച്ച് UK-യിലെത്തി. അപ്പോഴേക്കും ആ മുഴ വലിപ്പം വെച്ചിരുന്നു. ഒരു ബോൾ പോലെ ഉരുളുന്നത് അറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അവിടെ ഡോക്ടറെ കണ്ടു. 10 ദിവസത്തേക്ക് മെഡിസിൻ എഴുതി. ആദ്യം പറഞ്ഞത് എന്തെങ്കിലും ഹോർമോൺ വ്യത്യാസം കൊണ്ട് സംഭവിച്ചതാവുമെന്നാണ്. 10 ദിവസത്തെ മെഡിസിൻ എടുത്തിട്ട് കുറവില്ല എങ്കിൽ സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. 10 ദിവസത്തെ മെഡിസിൻ എടുത്തിട്ടും കുറവുണ്ടായില്ല. വീണ്ടും ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ഇത് ക്യാൻസർ ആണെന്ന സംശയമുള്ളതായി പറഞ്ഞു. NHS-ൽ അങ്ങനെയാണ്, ഒന്നും ഒളിച്ചു വെക്കുന്ന രീതിയില്ല. എന്തും മുഖത്ത് നോക്കി പറയും. പക്ഷെ അത് കേട്ട നിമിഷം നമ്മൾ തകർന്നു പോയി. പക്ഷെ എന്തൊക്കെയെങ്കിലും ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചു. സ്കാനിങ് കഴിഞ്ഞിറങ്ങിയപ്പോൾ എന്തെന്നില്ലാത്തൊരു ധൈര്യം തോന്നി. എന്ത് വന്നാലും നേരിടുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. സ്കാനിങ് റിസൾട്ട് വരുന്നു. ഭയപ്പെടാനൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആശ്വാസമായി. കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് ട്രീറ്റ്മെന്റ് എടുത്തത് കൊണ്ട് തന്നെ മെഡിസിനിൽ അത് പോകുമെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. എനിക്കതൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത്. ദൈവം എന്നെ ഒരുപാട് സ്നേഹിക്കുന്നത് പോലെ തോന്നി. NHS-ലെ ഡോക്ടർ ക്യാൻസർ ആണെന്ന് പറഞ്ഞപ്പോൾ മുതൽ ഞാൻ കേട്ടതെല്ലാം പലർക്കും അടുത്തിടെ വന്ന് ഇത്തരം അസുഖങ്ങളെ കുറിച്ചായിരുന്നു. അത് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയം കൊണ്ടുവന്നു. പക്ഷേ ദൈവം കാത്തുവെന്നാണ് ലിൻഡോ റോണി പറയുന്നത്.